കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കുള്ള ഒന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കുന്നത്. ഏറ്റവും ആദ്യം കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. എന്തിനായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? ഒരുപാട് പേർക്ക് പല പല ആൻസേഴ്സ് ഉണ്ടാവും. ചിലർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സിനിമ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും വേണ്ടിയിട്ട്. മറ്റു ചിലർ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം. ചില ആൾക്കാർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകാം. മറ്റു ചില ആൾക്കാർ കൊമേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകാം, അല്ലേ? അങ്ങനെ ഒരുപാട് റിസർച്ച്, ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടാകാം. ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് ഒറ്റ വാക്ക് നമുക്ക് ഉപയോഗിക്കാം, അതാണ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ: ടു പ്രോസസ് ഡേറ്റ. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രോസസ് ഡേറ്റ. അപ്പോൾ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രോസസ് ഡേറ്റ. ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റ എന്ന് വെച്ചാൽ, നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ കൊമേഴ്സിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഡിഫൈൻ ദ ടേം ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, ലെറ്റേഴ്സ്, എക്സെട്ര. അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡേറ്റ. ഡേറ്റ ഈസ് മീനിങ്ലെസ്. ഡേറ്റ കനോട്ട് ബി യൂസ്ഡ് ഡയറക്ട്ലി. അതായത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ ഓർഗനൈസ്ഡ് ഫോമിലല്ലാതെ കിടക്കുന്ന, നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ചില നമ്പേഴ്സ്, ലെറ്റേഴ്സ്, അതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയുടെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ എന്ന് വെച്ചാൽ അൺകുക്ഡ് എന്നാണ് അർത്ഥം, അൺപ്രോസസ്ഡ് എന്നാണ് അർത്ഥം. പ്രോസസ് ചെയ്യപ്പെടാത്ത ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുക, അർജുൻ. ഇതൊരു ഡേറ്റയാണ്. ഒരാളുടെ പേരാണെന്ന് നമുക്കറിയാം, പക്ഷേ ആരാണ് അർജുൻ അല്ലെങ്കിൽ എന്താണ് അർജുൻ എന്നുള്ളത് നമുക്കറിയത്തില്ല. അർജുൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. എവിടെയാണ് അർജുൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, അല്ലേ? അപ്പം അതിൽ നിന്ന് ഒരു മീനിങ് നമുക്ക് കിട്ടുന്നില്ല പ്രത്യേകിച്ച്. നെക്സ്റ്റ് ഒരു നമ്പർ നോക്കാം, 16. അതൊരു നമ്പറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഈവൻ നമ്പറാണെന്നും പറയാൻ പറ്റും. അതിനപ്പുറം 16 എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആണോ, അല്ലെങ്കിൽ ഒരാളുടെ ഏജ് ആണോ, അല്ലെങ്കിൽ ഒരാളുടെ വരുമാനമാണോ? ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. അതിനപ്പുറം അതിന് നമുക്ക് വേറൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. നെക്സ്റ്റ് +1. +1 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താകാം, സയൻസോ, +1 സയൻസോ, അല്ലെങ്കിൽ +1 ഹ്യൂമാനിറ്റീസോ, +1 കൊമേഴ്സോ, എന്ത് വേണമെങ്കിലും ആകാം. നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഒരു മീനിങ് കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലുള്ള അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ. അപ്പോൾ ഡേറ്റയുടെ ഡെഫിനേഷൻ ഒന്നുകൂടെ പഠിക്കുക. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ മീൻസ് അൺകുക്ഡ് അല്ലെങ്കിൽ അൺപ്രോസസ്ഡ്. പ്രോസസ് ചെയ്യപ്പെടാത്ത ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ ഇറ്റ്സെൽഫ് ഈസ് മീനിങ്ലെസ്. ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഡേറ്റ കനോട്ട് ബി യൂസ്ഡ് ഡയറക്ട്ലി. ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കത്തില്ല. ഈ ഡേറ്റയിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ മീൻസ് ഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇപ്പോൾ ഡേറ്റ അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ മീനിങ്ലെസ് ആണെങ്കിൽ ഇൻഫർമേഷൻ മീനിങ് ഫുൾ ആണ്. ഇൻഫർമേഷൻ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും, ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും ഇൻഫർമേഷനിൽ നിന്നും. മാത്രമല്ല ഇൻഫർമേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട ഡേറ്റയെ ഒന്ന് ഇൻഫർമേഷനാക്കി മാറ്റി നോക്കാം. നേരത്തെ കണ്ട ഡേറ്റയിലായിരുന്നു അർജുൻ 16 +1 എന്നായിരുന്നു ആ ഡേറ്റ.
ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊന്ന് ഓർഗനൈസ്ഡ് ഫോമിലോട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അർജുൻ ഈസ് എ ബോയ് ഓഫ് 16 years old സ്റ്റഡിയിങ് ഇൻ +1 കൊമേഴ്സ്. ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടുകയാണ്. അർജുൻ എന്ന് പറയുന്നത് ഒരു 16 വയസ്സുള്ള +1 കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഡേറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻഫർമേഷൻ ഈസ് ദി ഓർഗനൈസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഇൻഫർമേഷൻ. Information is meaningful. Information gives a clear picture or clear idea. Information can be directly used. Information നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സ്. ഒരു ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്? ആ ഒരു ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ദി activity of converting data into information. അല്ലെങ്കിൽ it is the process of converting data into information. ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറയാനായിട്ടുള്ളത്. ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഡിഫൈൻ ദ ഫോളോയിങ് ടേം ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യവുമാണ്. ഡേറ്റയെ ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം, ഇൻഫർമേഷനെ ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം, അതുപോലെ തന്നെ ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്നും പഠിക്കണം. ഇത് ഓരോ മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി ഇതിന് ശേഷം ഒരു 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവും. എപ്പോഴും കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. ഡേറ്റ denotes raw facts and figures. Information is the processed form of data. Data processing is the activity of converting data into information. ഇനി ഇൻഫർമേഷനിൽ നിന്നും, അതായത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇൻഫർമേഷനിൽ നിന്നും നമ്മൾ നോളജ് ഡെവലപ്പ് ചെയ്യും. ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. ഈ നോളജ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ഈസ് ദി ആക്ട് ഓഫ് അപ്ലൈയിങ് നോളജ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഡേറ്റയിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ നോളജ് ഡെറൈവ് ചെയ്യുന്നത്. നോളജിനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം. ആ ടേംസ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റേജസ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിംഗ് ഒരിക്കലും ഒരു സിമ്പിൾ ആക്ടിവിറ്റി അല്ല. അതിൻ്റെ ഡെഫിനിഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു നിർത്തി. ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ. ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്ന ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ്. പക്ഷെ ആ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതും അതിൻ്റെ ആക്ടിവിറ്റിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് ഓർ ഫേസസ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാകാം. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഡേറ്റ ക്യാപ്ചർ. ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഡേറ്റയെ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഡേറ്റ ഈസ് ക്യാപ്ചേർഡ് യൂസിങ് എ സോഴ്സ് ഡോക്യുമെൻറ്റ്. സോഴ്സ് ഡോക്യുമെൻ്റ് എന്നുള്ള വാക്കിന് പകരം നമുക്ക് ഒരുപക്ഷെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കായിരിക്കും ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഗാർഡിയൻ നെയിം, അഡ്രസ്സ് പോലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എഴുതും. ഇങ്ങനെ എഴുതുന്ന ആ ഫോം അതിന് വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. സോ സോഴ്സ് ഡോക്യുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാപ്ചർ ഡേറ്റ. ഇങ്ങനെ സോഴ്സ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്ന ഡേറ്റയെ ഒരു അപ്രോപ്രിയേറ്റ് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡേറ്റ ഇൻപുട്ട്. അപ്പോൾ സോഴ്സ് ഡോക്യുമെൻറ്റിൽ നിന്നുള്ള ഡേറ്റയെ ഒരു അപ്രോപ്രിയേറ്റ് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻപുട്ടാണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്.
മൂന്നാമത്തെ സ്റ്റേജിൽ ഈ ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ് മീഡിയത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മളുടെ സോഴ്സ് ഡോക്യുമെന്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡേറ്റ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോറേജ് മീഡിയത്തിലോട്ട് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ്, ഡേറ്റ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനും നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. എന്തിനാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വൈ ഡു വി സ്റ്റോർ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഫോർ ഫ്യൂച്ചർ യൂസ്. ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഒരു സ്റ്റോറേജ് മീഡിയത്തിലോട്ട് സ്റ്റോർ ചെയ്തത്. ഡേറ്റ പ്രോസസ്സിങ്ങിലെ നാലാമത്തെ ആക്ടിവിറ്റിയാണ് ഡേറ്റ പ്രോസസ്. ഡേറ്റ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റു ചില ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, കാൽക്കുലേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചേരുന്നതാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് ഒരിക്കലും ഒരു സിമ്പിൾ സ്റ്റെപ്പ് അല്ല. അതിനകത്ത് ഒരുപാട് മറ്റു ചില ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുക, കാൽക്കുലേഷൻ കണക്കുകൂട്ടലുകൾ, സമ്മറൈസേഷൻ ഒരു ലാർജ് ഡേറ്റയിൽ നിന്നും പ്രിസൈസ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു രൂപത്തിലുള്ള ഡേറ്റയെ മാറ്റൽ, സോർട്ടിംഗ് തരംതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഡേറ്റ പ്രോസസ്സ് എന്നുള്ള സ്റ്റേജിൽ, നാലാമത്തെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ റെഡി ആയി കാണും. അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ഡേറ്റ ഔട്ട്പുട്ട്. ഡേറ്റ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ അത് ബെനിഫിഷ്യറീസിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ഔട്ട്പുട്ട് മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഈ ഒരു കാര്യമാണ് ഡേറ്റ ഔട്ട്പുട്ടിൽ സംഭവിക്കുക. അതായത് ഇൻഫർമേഷൻ റെഡിയായി കഴിഞ്ഞു, ഇനി അതിനെ എന്ത് ചെയ്താൽ മതി, ഡിസൈഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതിയാവും. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. ഡേറ്റ ഒരു ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നും അതിൻ്റെ ബെനിഫിഷ്യറീസ്, അല്ലെങ്കിൽ ആർക്കാണോ ഇൻഫർമേഷൻ വേണ്ടത് അവരിലേക്ക് ഡേറ്റ കൊടുക്കുന്ന, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൽ പ്രധാനമായിട്ടും 6 സ്റ്റേജസ് ആണുള്ളത്. നമ്പർ 1 ഡേറ്റ ക്യാപ്ചർ, നമ്പർ 2 ഡേറ്റ ഇൻപുട്ട്, നമ്പർ 3 ഡേറ്റ സ്റ്റോറേജ്, നമ്പർ 4 ഡേറ്റ പ്രോസസ്, നമ്പർ 5 ഡേറ്റ ഔട്ട്പുട്ട്, ആൻഡ് ലാസ്റ്റ് നമ്പർ 6 ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ പഠിച്ച ഡേറ്റ സ്റ്റേജസ് ഇൻ ഡേറ്റ പ്രോസസ്സിങ്ങിൽ എക്സാം വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ മിക്കവാറും വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്നോ, ലിസ്റ്റ് ദി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്നോ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫേസസ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്നോ ഒക്കെ ആയിരിക്കും. ഇനി അതല്ലാതെ ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വരികയാണെങ്കിൽ ഇവിടുന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്താണെന്നുള്ളത്. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാപ്ചർ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ആപ്ലിക്കേഷൻ ഫോം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാപ്ചർ ഡേറ്റ. ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന മറ്റൊരു ഓൺവേർഡ് ക്വസ്റ്റ്യനാണ് വൈ ഡു വി സ്റ്റോർ ഇൻഫർമേഷൻ. നമ്മൾ എന്തിനാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, ഫോർ ഫ്യൂച്ചർ യൂസ്. ഫ്യൂച്ചർ യൂസ്, ഭാവിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഇനി സ്റ്റോറേജിനകത്ത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും. 2, ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫലമായി കിട്ടുന്ന ഇൻഫർമേഷനെയും നമ്മൾ സ്റ്റോർ ചെയ്യും. അതിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യോത്തരം പഠിക്കുക, ഫോർ ഫ്യൂച്ചർ യൂസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് ഡേറ്റ എന്താണെന്ന് പഠിച്ചു, ഇൻഫർമേഷൻ എന്താണെന്ന് പഠിച്ചു, ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് പഠിച്ചു. ഇതിൻ്റെ 3ൻ്റെയും ഡെഫിനിഷൻസ് പഠിക്കുക. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. 6 സ്റ്റേജസ് ഉണ്ട്. ഡേറ്റ ക്യാപ്ചർ, ഡേറ്റ ഇൻപുട്ട്, ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റ പ്രോസസ്, ഡേറ്റ ഔട്ട്പുട്ട് ആൻഡ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഇടയിൽ പഠിച്ച കാര്യങ്ങളാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഓൺവേർഡ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്, ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നോളജ്. നോളജ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർത്തു വയ്ക്കുക. ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ചെയ്യാം.
അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യും. താങ്ക്സ്.